നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട കടമോൽക്കില്ല, നമ്മൾ അലക്കേണ്ട കടമോൽക്കില്ല. പഴയ ആണുങ്ങൾക്കും അത് അറിയില്ല, പെണ്ണുങ്ങൾക്കും അറിയില്ല, അമ്മായിമാർക്ക് തീരെ അറിയില്ല. അവിടുത്തെ എല്ലാ കുണ്ടിയും പോരേണ്ടത് ഈ വന്ന മരുവളാണെന്നുള്ളവർക്കാണ് ഈ അമ്മായിമ്മ ഉണ്ടാകുക. അതാണ് ഈ പെൺകുട്ടികളൊക്കെ അങ്ങനെ തീരുമാനം എടുത്തത്. പെൺകുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പണിയെടുക്കാനാണ് എന്നെ അവിടെ നോക്കാനാണ് എന്നെ കെട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ഈ സാധു അതിന് ഇപ്പൊ ആ കാലൊക്കെ പോയി. പെൺകുട്ടികൾക്കുള്ള കടമ പത്തുള്ളിൽ പറഞ്ഞത് ഇഹദാ മുമ്രാത്തിൻ തോന്നുമ്പോ പെണ്ണിന് അങ്ങോട്ട് തീർത്ത് കൊടുക്കണമെന്ന്. ഓളെ തലക്കി കൊടുക്കണം, ഓക്ക് ചായം കടി ഉണ്ടാക്കി കൊടുക്കണം. കേട്ടില്ലേ? കേട്ടില്ല? ഇത് നിങ്ങൾ കേട്ടില്ല? ഇഹദാ മുമ്രത്തിൻ തോന്നുമ്പോ കേട്ടില്ല. അതായത് ഒരു പാർപ്പാരത്തികളൊക്കെ ഉള്ള പെരിയെന്നാണ് നിങ്ങൾ കെട്ടിയെങ്കിൽ ഓളെ പെരിയില് എല്ലാ അടുക്കള പണിക്കും ആളെ വെച്ച പെരയെന്ന് അവിടെ പോയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ പെരയിലും വെച്ചു കൊടുക്കണം. അതിന് നിങ്ങളത്തെ കായൽ നിങ്ങൾ ഇറങ്ങണം പണിക്ക്. ഓളതൊക്കെ നിങ്ങൾ തിരുമ്പിട്ട് കൊടുക്കണം. ഓളെ മാക്സിം അതിന്റെ അടിയുള്ളതൊക്കെ ഇതൊക്കെ വ്യക്തമായിട്ട് കിതാബിൽ പറയുന്നുണ്ട്. ആണെങ്കിൽ അറിഞ്ഞിരുന്നോളൂ. അതാണ് ഈ പറയണത്. അല്ല ഓലതൊക്കെ ഓല തന്നെ തിരുമ്പലും കുളിച്ചാലും വെച്ചുണ്ടാക്കലും വെച്ചെങ്കിൽ അങ്ങനെ പോട്ടെ നിൽക്കാം. എന്നാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയതിന്റെ കടമയൊന്നും അതൊക്കെ ഒരു സൗഹാർദ്ദത്തിലും സൽസ്വഭാവത്തിന്റെ ഭാഗമായിട്ടും ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കണം. എന്നോടൊന്നുള്ള ഒരാൾ പറയണ കുഞ്ഞിപ്പാക്ക, ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് ചോറൊക്കെ വിളമ്പിന്നതിനും നീച്ച് വരേണ്ടി വരും. ഞാനോട് വന്നേ എന്നെ വാടക വാങ്ങി കൊടുക്കും. തിരക്കടൊന്നുമില്ല, അല്ല കുഴപ്പമൊന്നുമില്ല. അതിന് നിർബന്ധമൊന്നും ആക്കാൻ പാടില്ല. അങ്ങനത്തെ കടമയൊന്നും നൽകില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ ഞാനത് അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ. എന്നാലും എൻ്റെ രസം പറയണേ, നല്ല മാവ് കൂട്ടി വെച്ചോളൂ, നല്ല അപ്പൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഇന്നൊക്കെ കൂട്ടിയിട്ടല്ലേ. പക്ഷെ ഓള് സുബേഷ് കേസിൽ കടന്നിറങ്ങിപ്പോയി. ഞാൻ എൻ്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവളെപ്പോഴും ഉറങ്ങുകയാണ്. അപ്പൊ ഞാനവിടെ അവലുണ്ട് കൊട്ടനവര്, അതും കട്ടഞ്ചായ ഉണ്ടാക്കി കുടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര പൊറുതിയുടെ ഞാൻ പോരാ ഓള് നീച്ചു. ഞാനിവിടെ ഉറങ്ങിവിട്ടെ. ഞാൻ അത്ര ഉഷാറൊന്നുമല്ല കേട്ടോ. എന്നൊന്നും അന്ന് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഞാൻ കുറുമ്പൊക്കെ കാട്ടും, ഓളും കെട്ടും കാട്ടും. വേറെ കാര്യം കഴിഞ്ഞ ആഴ്ച എൻ്റെ പേരുണ്ട സംഭവം അതാണ്. അപ്പോൾ ഓൾക്ക് എന്തൊരു പൊറുതിയേടായി. ഞമ്മക്ക് എന്താ ഒരു കട്ടഞ്ചായും ഓരും പോരെ ഈ ക്ലാസ് എടുക്കാനൊക്കെ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യല്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വിളമ്പിയൊക്കെ തിന്നൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ഒരു ഗുണം എൻ്റെ പെണ്ണുങ്ങൾ പറയുന്നത് ഒരു ഭക്ഷണത്തിന് കുറ്റം പറയില്ല. ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ലാത്ത കടയുള്ളൂ. ഇനിയിപ്പോൾ അല്ല നിങ്ങൾ കാര്യം പറയാൻ ചോദിക്കുന്നോട് നാളെ മനസ്സിലാക്കി പോയാൽ